ഫസ്റ്റ് ഡേ നമ്മൾ കേരളത്തിൽ റിലീസ് ആവാതിരുന്ന പടം ഞാൻ പക്ഷേ റിലീസ് ചെയ്ത തമിഴ്നാട്ടിലുള്ള കുറച്ച് ഓഡിയൻസിൻ്റെ റിവ്യൂ കേട്ടു. എനിക്ക് അത്രത്തോളം എന്താ ആ സിനിമയെ കാണണമെന്നൊരു ആഗ്രഹം ഉണ്ടായി. പക്ഷേ അത് ആ ഒരു ദിവസം തന്നെ ഞാനും അക്ഷയും ഷീനൊക്കെ ആയിട്ട് ഷൂട്ടിനായിട്ട് എറണാകുളത്ത് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ സംസാരിച്ചപ്പോൾ അക്ഷയ് സാറ് പറയുകയുണ്ടായി, ഈ സിനിമ ഒരു ഒരു എന്താ പറയുക നടന്നൊരു സംഭവമാണ്. അതിൽ നായക അവസാനം മരിക്കും, അത് ഒരു വിഷമത്തിൻ്റെ പടമാണെന്നൊക്കെ പറഞ്ഞു. മനസ്സുകൊണ്ട് ഞാൻ മടിച്ചു. ഓക്കെ, പക്ഷേ എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, നമ്മൾ എറണാകുളത്ത് നിന്ന് ജസ്റ്റ് 2 ഡേയ്സ് ഒരു മീറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് പോയതാണ്. അത് കഴിഞ്ഞിട്ട് തിരിച്ച് വന്നിട്ട് ഞാൻ ഞാൻ ഇരുന്നിട്ട് ടിക്കറ്റ് അങ്ങ് ബുക്ക് ചെയ്യാൻ പ്ലാൻ. കാരണം ആ ദിവസം എനിക്ക് തോന്നുന്നു നൈറ്റാണ് എത്തിയത്, അപ്പോൾ നല്ല ഉറക്കം ഉണ്ട്. മോർണിംഗ് ബുക്ക് ചെയ്യാൻ പറ്റിയില്ല. അത് കഴിഞ്ഞിട്ട് ഒരു ഉച്ച സമയത്ത് ബുക്ക് ചെയ്യാനായിട്ട് ഞാൻ പ്ലാൻ ചെയ്തപ്പോൾ ആരെ കൊണ്ടുപോകുന്ന ഒരു ഒരു വിഷമം വരുന്നു. അക്ഷയ് സാറിനെ വിളിച്ചപ്പോൾ അദ്ദേഹത്തിന് 1000 ജോലി തിരക്ക്. വരുന്നതേ ഇല്ല. അങ്ങനെ ഞാൻ ബുദ്ധിപരമായിട്ട് വേറെ ആരും ഇല്ല എന്നൊക്കെ പറഞ്ഞ് നിർബന്ധിച്ച് അദ്ദേഹത്തിനെ കൊണ്ടുപോയ സമയത്ത് ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടാണ് കൊണ്ടുപോയത്. പൊതുവെ ഞാൻ ഒരു പയ്യനെ വിളിച്ചു ചോദിക്കും, അവൻ ഈ തിയേറ്ററിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് അവൻ ഈ സിനിമയൊക്കെ ഫസ്റ്റ് ഡേനെ കാണുമ്പോഴത്തെ റിവ്യൂ എൻ്റെ അടുത്ത് പറഞ്ഞു തരും. സോ ഞാൻ ഇറങ്ങുന്നതിന് മുമ്പ് ചുമ്മാ അവൻ്റെ അടുത്ത് ചോദിച്ചു, ഇവിടെ പടം സൂപ്പറല്ലേ എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, ഒട്ടും കൊള്ളത്തില്ല, ഉറങ്ങാനാണെങ്കിൽ 2.25 മണിക്കൂർ വരാൻ പറഞ്ഞു. അക്ഷയ് സാറ് ജോലിയും മാറ്റി വെച്ചിട്ട് വരുവാണ്, ആലോചിക്കണം, ഞാൻ നിർബന്ധിച്ചിട്ട്. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞ അക്ഷയ് അടുത്ത് പറഞ്ഞും പോയി. അപ്പോൾ അക്ഷയ് സാറ് ആദ്യം പോയി വെയിറ്റ് ചെയ്തു, അവിടെ നിൽക്കുന്നു. എനിക്ക് ടെൻഷൻ, അത്രയ്ക്ക് നെഗറ്റീവായി, ഉറങ്ങണോ, എന്തായിരിക്കും സിനിമ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരുന്ന സമയത്താണ് സിനിമ കാണാൻ കയറിയപ്പോൾ തിയേറ്ററിൽ വലിയ ആളുമില്ല, ഒന്നുമില്ല. ഞാനതുകൊണ്ട് പ്രീമിയം സീറ്റൊന്നും ബുക്ക് ചെയ്തില്ല. പ്രീമിയം സീറ്റ് ഞാൻ ബുക്ക് ചെയ്യാനതിൻ്റെ കാര്യം ആ സെൻറ്ററിൽ കുറച്ച് താഴെയുള്ള സീറ്റിനെ കിട്ടിയായിരുന്നു. അപ്പോൾ സെൻറ്റർ തന്നെയാണത്. അപ്പോൾ ഞാനത് സിനിമ കാണാനായിട്ട് ഇങ്ങനെ കയറിയിരുന്ന സമയത്ത് ആരും ഉണ്ടായിരുന്നില്ല. ജസ്റ്റായിട്ട് കണ്ടു തുടങ്ങി സിനിമ എൻഗേജ് ചെയ്ത് തുടങ്ങി. അത്യാവശ്യം ബോറൊന്നുമില്ല, കണ്ടിരിക്കാന്നല്ല, സിനിമ കൊള്ളാം, നല്ല പടമാണ്. അതിൻ്റെ അഭിനയം, ചില ദുൽഖറിൻ്റെ അഭിനയം കണ്ട്, ഞാൻ ദുൽഖർ ഫാനൊന്നുമല്ല കേട്ടോ, അഭിനയം കണ്ട് ഞാനും അക്ഷയും ഞെട്ടിപ്പോയി. അതായത് അത്രയ്ക്ക് നല്ല രീതിക്ക് അഭിനയിക്കുന്നു. ആ സ്റ്റോറിയുടെ ലൈനൊക്കെ സൂപ്പറായിട്ട് കൊണ്ടുവന്നു. പഴയ കാലത്തിനെ പുതിയ രീതിയിൽ ആവിഷ്കരിച്ചെടുത്ത നല്ലൊരു പടം. സീതാരാമം എന്നുള്ള പടം, ആ പടത്തിനെ കമ്പയർ ചെയ്യാനായിട്ട് പറ്റത്തൊന്നുമില്ല. ആ ട്രാക്ക് വേറെയാണ്. പക്ഷെ സെക്കൻഡ് ഹാഫ് എന്നുള്ള പടം പോയതേ അറിഞ്ഞില്ല, ഫുൾ എൻഗേജ് ആയിട്ടിരുന്നു. എന്താ പറയുക, എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു. ഓക്കെ, സത്യം പറഞ്ഞാൽ ഫാമിലി ഓഡിയൻസ് നല്ല 2 കൈ നീട്ടി സ്വീകരിക്കേണ്ട പടമാണ്. സത്യം പറഞ്ഞാൽ ഈ റിവ്യൂർമാരൊന്നും റിവ്യൂ പറയാൻ പാടില്ല. അതായത് ഒരാളുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ മറ്റൊരാൾ വിലയിരുന്നിട്ട് ശരിയില്ല. എക്സാമ്പിൾ, ഇപ്പം നമ്മുടെ തന്നെ ഒരാൾ പറഞ്ഞതെന്ന് പറഞ്ഞാൽ അവർക്ക് ഈ ലാസ്റ്റ് ഇറങ്ങിയ മോഹൻലാലിൻ്റെ പടമൊന്നും ഇഷ്ടപ്പെട്ടില്ല, പിന്നെ ഒന്നും ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ അത് ഇഷ്ടപ്പെടുന്ന എത്ര പേരുണ്ട്. അതിനൊക്കെ എൻ്റെ പോയിന്റിൽ എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമകൾ വേറെ ഇഷ്ടപ്പെടത്തില്ല. കോമൺ ആയിട്ട് ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ടോ, ഇഷ്ടപ്പെട്ട ആൾക്കാരുണ്ടോ. പക്ഷേ ഇഷ്ടങ്ങൾ എല്ലാവർക്കും പല വിധമാണ്. അതിന് തന്തവൈബെന്ന് പറയാം, അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും പറയാം. പക്ഷേ അത് ഇഷ്ടപ്പെടുന്ന എന്നെ കണക്കുള്ള അല്ലെങ്കിൽ ഒരുപാട് പേരുണ്ടോ, എനിക്ക് ഇഷ്ടപ്പെടാത്ത ഒരുപാട് പടങ്ങളുണ്ട്, എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കഥകളുണ്ട്. പക്ഷേ എനിക്ക് ഈ എൻ്റർടൈൻമെൻറ്റ്, ഇപ്പോൾ OG എന്നുള്ള സിനിമ കണ്ട സമയത്ത് എനിക്ക് ഇഷ്ടപ്പെട്ടു. നായകനെ ഒഴിച്ച് ബാക്കിയില്ല എനിക്ക് ഇഷ്ടപ്പെട്ടു. നായകനെ ഇഷ്ടപ്പെട്ടില്ല എന്നല്ല, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. സിനിമ കൊള്ളാന്ന് പറയാനുള്ള ഒരു ഇത് എനിക്കില്ല. പക്ഷേ ഈ സിനിമ എനിക്ക് കണ്ടപ്പോൾ എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു. അക്ഷയ്ക്കും നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു. ഇടയ്ക്ക് വെച്ച് അവൻ ഈ 2.25 മണിക്കൂർ ഉണ്ടെന്ന് പറയുന്ന സമയത്ത് കോൾസുകളും കാര്യങ്ങളും വന്നുകൊണ്ടിരുന്നുകൊണ്ട് ഫസ്റ്റ് ഹാഫ് അവന് അത്രയ്ക്ക് കണ്ടിന്യൂസ് ആയിട്ട് അതിൽ എൻഗേജ് ചെയ്ത് ഫോക്കസ് ചെയ്യാൻ പറ്റിയില്ല. ഇടയ്ക്ക് വെച്ചിട്ട് ഓക്കെ ആയിരുന്നു. അവൻ ഫുഡ് കഴിക്കാതെയായിരുന്നു വന്നത്, 2:30 ഷോയ്ക്കാണ് പോയത്. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ നമ്മളെല്ലാവരും ജ്യൂസും കട്ട്ലേറ്റും മേടിച്ച് കഴിച്ചു. അവൻ ഈ സോഫ്റ്റ് ഡ്രിങ്ക് ഒന്നും കഴിക്കാത്ത ചെറുക്കനാണ്. എന്തൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അടുത്ത സിനിമയ്ക്ക് അടുത്ത ആഴ്ച വരണമെന്ന് പറഞ്ഞിട്ട് ഞാൻ അവനെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. സോ ഈ സിനിമ നിങ്ങൾ കാണാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയി കാണുക. നല്ല പടമാണ്. നിങ്ങൾ ഒരു രീതിയിലും ഇതെന്ത് പടം, കൂതറപ്പടം അങ്ങനെ ഒന്നും പറയത്തില്ല. 2.25 മണിക്കൂർ തിയേറ്ററിൽ തന്നെ കാണേണ്ട പടമാണെന്ന് തന്നെ പറയും. കാരണം തിയേറ്ററിലാണ് നമുക്ക് ക്ഷമയോടെ ഇരുന്നൊരു പടം നല്ല രീതിക്ക് ആസ്വദിക്കാൻ പറ്റുന്നത്. OTTയിൽ നമുക്ക് സ്കിപ്പ് അടിക്കാൻ തോന്നും. അങ്ങനെ സ്കിപ്പ് അടിച്ചിരുന്നെങ്കിൽ പഴയ സിനിമകളൊന്നും തന്നെ നമുക്ക് ഇപ്പം ഇഷ്ടപ്പെടാൻ കഴിയത്തില്ല. ഇന്നത്തെ നല്ല സിനിമകൾ നാളെ നിങ്ങൾ അറിയപ്പെടേണ്ട സിനിമകളാണ്. ഓക്കെ, ബൈ, സീ യു.